ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ കുറിച്ചിട്ടാണ്, CPM-നെ കുറിച്ചിട്ടാണ്. കാരണം ഇവിടെ എന്റെ പ്രസംഗം കേട്ട് നിൽക്കുന്ന CPM-കാരുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്, സഖാക്കന്മാരുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്, ട്രേഡ് യൂണിയന്റെ പ്രവർത്തകരുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. അവരോട് അവരുടെ മനസാക്ഷിയോട് ചില ചോദ്യങ്ങൾ കൂടി ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗങ്ങൾ അവസാനിപ്പിച്ചോളാം. സുഹൃത്തുക്കളെ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ ജില്ലമല്ലേ ആലപ്പുഴ ജില്ല? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് ഇവിടെയല്ല, പിണറായിലാണ്. പക്ഷേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പറയുമ്പോൾ ആലപ്പുഴ ജില്ലയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റുമോ നോക്ക്? ചേർത്തല ഏതാണ്ട് 1930-കളിൽ ചേർത്തല അമ്പലപ്പുഴ താലൂക്കുകളിലെ കമ്മിറ്റിയായിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി. ആലപ്പുഴ, അമ്പലപ്പുഴ, ചേർത്തല ഒക്കെ ഉള്ള പ്രദേശത്തെ കമ്മിറ്റികളായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1930-കളിലെ സ്റ്റേറ്റ് കമ്മിറ്റി. അത്രയും വലിയൊരു പാർട്ടിയാണ് ഉണ്ടായത് ആലപ്പുഴയിലാണ്. 1934-ലാണ് കേരളത്തിൽ ആദ്യത്തെ തൊഴിലാളി സമരം, ട്രേഡ് യൂണിയൻ സമരം കേരളത്തിൽ ഉണ്ടാവുന്നത് ആലപ്പുഴ ജില്ലയിൽ. 1000 തൊഴിലാളികൾ സമരം നടത്തി. എന്തിനു നടത്തി? 50 പൈസ കൂലി വർധനവിന് വേണ്ടി. ആ സമരത്തിൽ അവർ വിജയിച്ചു. കേരളത്തിൽ ആദ്യത്തെ ട്രേഡ് യൂണിയൻ ഉണ്ടാകുന്ന 1930-കളിൽ ആലപ്പുഴ ജില്ലയിലാണ് സുഹൃത്തുക്കളെ. ആ മണ്ണിലാണ് ഈ കാൽ ചവിട്ടി ഞാൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ നിൽക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ സമര പോരാട്ടങ്ങളല്ലേ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിട്ടുള്ള ഉജ്ജ്വലവും ഉദാത്തവുമായിട്ടുള്ള പോരാട്ടങ്ങൾ. വയലാർ പുന്നപ്ര സമരത്തെ കുറിച്ച് പറയാതെ ആലപ്പുഴ ജില്ലയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ സുഹൃത്തുക്കളെ? ഒന്ന് ആലോചിച്ച് നോക്ക്. എത്ര പേർ മരിച്ചു എന്ന് ഇപ്പോൾ പോലും അറിയാൻ കഴിയാതിരുന്ന വയലാർ പുന്നപ്ര സമരങ്ങൾ 1944-ലും 1946-ലും അതുണ്ടായ ജില്ല ആലപ്പുഴ ജില്ല. ആ ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഉയർകൊണ്ട CPM കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ, അവരുടെ പേര് പറഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് അവസാനിപ്പിക്കാൻ പറ്റുക? മഹാനായ AK ഗോപാലന്റെ ഭാര്യ സുശീല ഗോപാലൻ ചീരപ്പഞ്ചിറ, കണ്ണാർക്കാട് മഹാനായ P കൃഷ്ണപിള്ള താമസിച്ചിരുന്ന കുടില് ഇപ്പോഴും സംരക്ഷിച്ചിരിക്കുന്നു. R സുഗതൻ മരിക്കുന്ന സമയത്തും കേരളത്തിലെ CPI-യുടെ ഏറ്റവും വലിയ നേതാവായിരുന്നെങ്കിലും വെറും കയ്യിൽ കൊണ്ട് മാത്രം കൊടുത്തു നടന്ന R സുഗതൻ ആലപ്പുഴയിൽ നിന്നല്ലേ ജനിച്ചത്. മഹാനായ VS അച്യുതാനന്ദൻ, അച്യുതാനന്ദന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയി ജോലി ചെയ്യാൻ അവസരം ലഭിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ. VS-നെ അക്കാലത്ത് കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ കുട്ടനാട്ടിലേക്ക് വിടും. 5 രൂപയും കൊടുക്കും. 5 രൂപ 30 40 ആണെന്ന് എന്റെ ഓർമ്മ. VS അച്യുതാനന്ദൻ അതുകൊണ്ട് കുട്ടനാട്ടിൽ ചെല്ലും. 2 ദിവസം കഴിയുമ്പോൾ 5 രൂപ തീരും. പിന്നെ പട്ടിണിയാണ്. സാധാരണ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ 5 രൂപ തീർന്നു കഴിയുമ്പോൾ തിരിച്ചു പോകും. പക്ഷെ VS തിരിച്ചു പോകില്ല. VS എന്ത് ചെയ്യുന്നറിയാമോ? വെളുപ്പാകാലത്ത് ഒരു കുളത്തിൽ പോയി ഇറങ്ങും. അവിടെ കിടന്ന് ജുബയും മുണ്ടുമെല്ലാം അലക്കി പിഴിഞ്ഞ് അവിടെ ഒരു അയയെ കൊണ്ടുവന്ന് ഉണങ്ങാനിടും. എന്നിട്ട് 3 മണിക്കൂർ ആരായ VS അച്യുതാനന്ദൻ ആ കുളത്തിൽ കിടക്കും. എന്തിനാണെന്നറിയാമോ? ആ തുണി ഉണങ്ങിയിട്ട് വേണം ആ തുണി ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ പാർട്ടി പ്രവർത്തനത്തിന് പോകാൻ. അതായിരുന്നു VS. ആ VS-നെ പിന്നെ മൂന്നാറിൽ ഒരു ജയിലിൽ കൊണ്ടുപോയി ഇട്ടിട്ട് VS തന്നെ എന്നോട് പറഞ്ഞു, ഇട്ടിട്ട് VS-ന്റെ കാല് ജയിലടിയിൽ കെട്ടിവെച്ചു. എനിക്കതൊക്കെ ഇപ്പോഴും പറയുമ്പോഴും എനിക്ക് വികാരം വരും. കാരണം VS-ൽ നിന്ന് കേട്ടിട്ടുള്ളതാണ് ഞാൻ. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? ഒരു പോലീസുകാരൻ ബൈനറ്റുമായി പുറകോട്ട് ഓടിയിട്ട് ആ ഓടി വന്ന് VS-ന്റെ കാലിൽ ആ ബൈനറ്റ് കൊണ്ട് കുത്തി. VS എന്നെ കാലെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് കാണിച്ചിട്ട്, കണ്ടോ ഷാദാൻ, ഈ പാട് കണ്ടോ? ഇതാ പോലീസുകാരൻ കുത്തിയതാണ്, ചോര വെള്ളച്ചാട്ടം പോലെ ഒഴുകി എന്നാ VS-നോട് പറഞ്ഞത്. അതുപോലെ VS അച്യുതാനന്ദനെ പോലെ, R സുഗതനെ പോലെ, TV തോമസിനെ പോലെ, KR ഗൗരിയമ്മയെ പോലെ, PK ചന്ദ്രാനന്ദനെ പോലെ, CK ചന്ദ്രപ്പനെ പോലെ, CG സദാശിവനെ പോലെ എത്രയോ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള നേതാക്കന്മാർ വളർത്തിയെടുത്ത CPM എന്ന് പറഞ്ഞ പാർട്ടി ഇന്നെന്താണ് ആലപ്പുഴയിൽ VS-ഉം P കൃഷ്ണപിള്ളയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വളർത്തി വെള്ളമൊഴിച്ച് വലുതാക്കി കൊണ്ടുവന്ന പാർട്ടി ഇന്ന് ആരുടെ കയ്യിലാണ് സുഹൃത്തുക്കളെ? സജി ചെറിയാൻ എന്ന് പറഞ്ഞ ഒരു 7-ാം കൂലിയുടെ കയ്യിലല്ലേ ഇന്ന് ചേർത്തല ആലപ്പുഴയിലെ പാർട്ടി? ഭരണഘടന കുന്തവും കൊടച്ചക്രവും എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിലല്ലേ ഇന്ന് പാർട്ടി? ഞാൻ കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രികയുടെ സ്ക്രൂട്ടിനിയുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റിൽ പോയിരുന്നു. കളക്ടറേറ്റിന്റെ കോമ്പൗണ്ടിൽ കയറി അങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഇന്നോവ ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ഇന്നോവ വണ്ടിയുടെ ഏറ്റവും പുതിയ പുത്തൻ വണ്ടിയിൽ ഒരു നേതാവ് അവിടെ വന്നു. ഏതാണ്ട് 30-35 ലക്ഷം രൂപ വരും. ഇന്നലെയോ മറ്റോ മേടിച്ചാണെന്ന് തോന്നുന്നു ആ വണ്ടി. ആരാ അവിടെ വന്നിറങ്ങിയത്? CPM-ന്റെ ജില്ലാ സെക്രട്ടറി R നാസർ. എവിടുന്നാ പൈസ? എവിടുന്നാ പോവാ? ഞാൻ ചോദിക്കുക. ഞാൻ 10-25 വർഷം ഒരു സർക്കാർ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത ആളാണ്. എനിക്ക് പെൻഷൻ ഇല്ല. എനിക്ക് ഒരു
ഇന്നോവ വണ്ടി വാങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത സമയത്ത് 10 പൈസയുടെ വരുമാനമില്ലാത്ത ആർ നാസർ എന്ന് പറഞ്ഞ CPM-ന്റെ ജില്ലാ സെക്രട്ടറി 35 ലക്ഷം രൂപയുടെ പൊളപൊളപ്പൻ ഇന്നോവ വണ്ടിയിൽ വന്ന് ഇറങ്ങുകയാണ്. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ചിരിക്കാതിരിക്കും. പിന്നെ സജി ചെറിയാന്റെ ഒരു സന്തത സഹചാരിയുണ്ട്, അയാളുടെ പേരാണ് ഷാനവാസ്. കേട്ടിട്ടുണ്ടാവും, ഷാനവാസ്. ഏതാണ്ട് 5-6 മാസങ്ങൾക്ക് മുമ്പ് മയക്കുമരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം വന്നു. അയാള് ആലപ്പുഴയിലെ കൗൺസിലറായിരുന്നു. അയാളെ അന്ന് പാർട്ടി പുറത്താക്കി. ആ ഷാനവാസിനെ ന്യായീകരിക്കാനും ചിറകിനടിയിൽ ഒളിപ്പിക്കാനും ഈ സജി ചെറിയാൻ നടത്തിയ ശ്രമമൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഇന്നലെ എനിക്ക് ഒരാൾ അയച്ചെന്നൊരു ഫോട്ടോ ഉണ്ട്. എന്താ ഫോട്ടോ എന്ന് അറിയാമോ? ആലപ്പുഴ ടൗണിൽ എന്തോ കാളാത്തെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് 182 നമ്പർ ബൂത്ത് കൺവെൻഷൻ. ആ ബൂത്ത് കൺവെൻഷനിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആരാന്നറിയാവോ? പാവപ്പെട്ട ജി സുധാകരൻ സഖാവ്. എവിടെയാണ് അറിയാവോ? ആ യോഗത്തിൽ ജി സുധാകരനോടൊപ്പം ഇരിക്കുന്നു ആര്? ഈ ഷാനവാസ്. ഈ മയക്കുമരുന്ന് കേസിൽ പാർട്ടി പുറത്താക്കിയ ഷാനവാസ് പാവപ്പെട്ട ജി സുധാകരൻ സാഹിബിനോടൊപ്പം അവിടെ ഒരു യോഗത്തിൽ ഇരിക്കുന്നു. ജി സുധാകരൻ സാഹിബ് ഇത് അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അയാൾ ഇത് അനുവദിക്കുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ആ ഷാനവാസിനെ തിരിച്ചെടുത്തോ? പാർട്ടിയിലേക്ക് എടുത്ത് കാണണം. കാരണം എന്താ? സജി ചെറിയാന്റെ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയ കയ്യാളാണ് ഷാനവാസ്. സജി ചെറിയാന്റെ എതിരാളി ആരാണ്? ആലപ്പുഴ MLA ചിത്തരഞ്ജൻ. ആ ചിത്തരഞ്ജന്റെ കയ്യാൾ ആരാണ്? സോന, AP സോന. ഓർമ്മയുണ്ടാവും ആരാണ് AP സോന? കൂടെ പണിയെടുക്കുന്ന 10-32ഓളം വനിതാ സഖാക്കളുടെ ലൈംഗിക ചിത്രങ്ങൾ തന്റെ മൊബൈൽ ഫോണിൽ പകർത്തിക്കൊണ്ട് നടന്നിരുന്നവനാണ് AP സോന. അവൻ ചിത്തരഞ്ജന്റെ കൂടെ. മയക്കുമരുന്ന് കച്ചവടക്കാരൻ സജി ചെറിയാന്റെ കൂടെ. സജി ചെറിയാൻ പറയുന്നു പിന്നെ ഭരണഘടന കുന്തും കൊടച്ചക്രവും. SDPI എന്ന് പറഞ്ഞ പാർട്ടിയിൽ അംഗത്വമുള്ളവർ CPM-ൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആകുകയാണ് സുഹൃത്തുക്കളെ. SDPI-കാർക്കൊന്നും ഇപ്പൊ പ്രവർത്തിക്കാൻ ഒരു പ്രശ്നവുമില്ല. CPM-ൽ പ്രവർത്തിക്കാം, CPM-ന്റെ ഔദ്യോഗിക സ്ഥാനത്തെത്താം. അപ്പൊ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറയുന്നത് PS അച്യുതാനന്ദൻ മുതൽ R സുഗതൻ മുതൽ CG സദാശിവൻ മുതൽ CK ചന്ദ്രപ്പൻ മുതൽ KR ഗൗരി മുതൽ P കൃഷ്ണപിള്ള വരെയുള്ളവർ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ആലപ്പുഴ ജില്ലയിലെ CPM ഇന്ന് ഷാനവാസ്മാരുടെയും സോനമാരുടെയും നിയന്ത്രണത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും ഗതികെട്ട ഒരു സാഹചര്യം. ആ സാഹചര്യത്തിലാണ് ആലപ്പുഴയിലൂടെ ഉൾപ്പെടെ CPM-ന്റെ ജീർണതയ്ക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനും കമ്മ്യൂണിസ്റ്റുകാരനുമായിട്ടുള്ള ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ